ആരാണ് അത് ലോലൻ. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം മജീഷ്യൻ സാമ്രാജ് സാറാണ്. പിന്നെ ഞങ്ങളവിടെ രാവിലെ ഓടാൻ ഒരു മാവും വരും 5 മണിക്ക്. അല്ലല്ല, എനിക്കൊരു കാര്യം മനസ്സിലായി. ഡയലോഗ് പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഫ്ലോർ മാത്രമേ പുതിയതായിട്ടുള്ളൂ, ആൾക്കാരെല്ലാം പഴയതാണ്. ഓൾഡ് കൗണ്ടേഴ്സ്. പെട്ടെന്ന് ആവട്ടെ ഉല്ലാസിനെ. അല്ലല്ല, ചേട്ടൻ ആരായിരുന്നു? ഞാൻ ജോസ്. ആരുടെ ജോസ്? പോകെ പോകെ മനസ്സിലാകും. ഓക്കെ, ഇത് ജോസ് ആണെങ്കിൽ നമ്മൾ ആരാണാവോ? പറയുന്നില്ല, പറഞ്ഞാ അത് കേസാവും. കീറിയിരിക്കണം അവിടേക്ക്. അയ്യോ ഇത് കണ്ടില്ലായിരുന്നാ? ഞാൻ ഫിഗർ പിടിച്ച് കണ്ടില്ലേതാ? ഫിഗർ ഇവിടെ ഫിഗർ ഇവിടെ നോക്കല്ലേ, മുഖത്തോട്ട് നോക്കണം. എന്തേട്ടാ? ഇല്ലല്ല, മനസ്സിലായി. അതല്ല പലഹാരം കിട്ടാതെ വരുമ്പോ കൊച്ചുങ്ങളുടെ മുഖം എങ്ങനെയാണ്? അയ്യ അസൂയക്കാരന്മാരെ, ഇത് രജനീകാന്താണ്. ഇത് രജനീകാന്ത്. നിൽക്കുന്നത് രജനീകാന്താണ്. രജനീകാന്ത് ആരായിരുന്നു ഇത്? ഇത് 3 ഫിഗർ ഉണ്ട്. ഞാൻ എക്സ്പ്രഷൻ മാറ്റിയാൽ ഓരോന്നോരോന്ന് മാറും. ശരിക്കും എനിക്കൊരു പ്രാവ് എടുത്ത് ഇതിന്ന്. പ്രാവാ? മജീഷ്യൻ സാമ്രാജ് സാർ. എനിക്ക് മനസ്സിലായി. കുറെ നാൾ ഞാൻ ഇല്ലായിരുന്നു. അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കാണ്ട്, ഈ ഫ്ലോർ മാറ്റിയപ്പോ ഇദ്ദേഹത്തെ കൂടെ ഒന്ന് മാറ്റാൻ പാടായിരുന്നു. സത്യത്തില് ഭയങ്കര പ്രതീക്ഷയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇനി എനിക്ക് 2 പേരിലാണ് പ്രതീക്ഷ. പുതുതായിട്ട് 2 പേര് ഇന്നത്തെ എപ്പിസോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് അമീനാണ്. അമീൻ, പ്ലീസ് വെൽക്കം. ദേവിക. അമീൻ. ടീച്ചർ മാഡം ഈ രജനീകാന്ത് തന്നെ അപ്പുറത്തേക്ക് ഒന്ന് മാറ്റാവോ? ഭയങ്കര നാറ്റം അടിക്കുന്നു. പഴയ ഡ്രസ്. ശരി, ഇതായിട്ട് 2 പേര്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരു ചുള്ളൻ ചെക്കൻ വന്നു. എന്റെടാ നിന്റെ കാശ് ഇനി അവന്റെ അക്കൗണ്ട് കൂടെ കാലിയാക്കണം. എന്റെ അക്കൗണ്ട് കാലിയാക്കിയതല്ല. തയ്യാറാണല്ലോ അല്ലേ? എന്തിന്? വാങ്ങാൻ ഭാഗമാണല്ലോ അത്. ഞാൻ മലപ്പുറം എടപ്പാളെന്ന് പറഞ്ഞു. മലപ്പുറത്തെ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? മലപ്പുറത്തെ വീട്ടിൽ. ഹലോ, ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു 2 ദിവസത്തേക്ക് വായൊന്ന് പൂജയ്ക്ക് വെക്കാവോ? പരിപാടി ചേട്ടാ സംസാരിക്കുമ്പോ തുപ്പൽ മൊത്തം എന്റെ മുഖത്ത് തെറിക്കുവോ? എന്ത് തുപ്പൽ മൊത്തം എന്റെ മുഖത്ത് തെറിക്കുവോ? തുപ്പലിനറിയാം കോളാമ്പി ഏതാന്ന്. പിന്നെ ഞാൻ സീരിയൽസ് ചെയ്യുന്നുണ്ട്. 3 സീരിയൽ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ചെറിയ ചെറിയ ആങ്കറിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സീരിയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നീയാണല്ലേ ആ സീരിയൽ കില്ലർ. ശരി, അപ്പൊ എന്തായാലും അമീൻ ഇന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഏറ്റുവാങ്ങായിരിക്കുന്നുള്ളത്. അപ്പൊ ഇനിതാ കൂടെ ദേവികയും കൂടെ ഉണ്ട്. സോ ദേവിക, എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ടെൻഷനിലാണോ? ഇത്തിരി ടെൻഷൻ. ഇവരുടെ കൂടെ നിൽക്കുമ്പോ ഭയങ്കര ടെൻഷൻ. അതെങ്ങനെ ഇല്ലാതിരിക്കും? ഒന്ന് കഴുകി നനച്ചോണ്ട് വരാൻ പറഞ്ഞ ഒരാൾ എന്നെ ബാക്കി കൂടെ ആക്ഷൻ കാണിക്കണു. പരിചയപ്പെടണം. ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യൂലാണ്. ദേവിക, എന്തോ വീട് എവിടായിരുന്നു? സ്റ്റാച്യൂ. ഇവിടുത്തെ സ്റ്റാച്യൂ ആണിത്. പോരുന്നോ? കുട്ടി വരുന്നോ ഫോട്ടോച്ചിക്ക്? എന്റെ അമ്മച്ചിക്ക് കൂട്ടായി. അമ്മച്ചി അംഗനവാടി തുടങ്ങിയോടാ. പിന്നെന്താ കൊച്ചിനെ വിളിച്ചേ? എന്താണ് നീ കൊച്ചിനെ വിളിച്ചേ? അവിടെ ചെന്ന വേറൊരു പണിയും നോക്കണ്ട. നേരത്തിന് ഗുളിക കൊടുക്കുക. എന്താണു ഇപ്പൊ അനുവിന് അമീൻ കല്യാണം കഴിച്ചാണോ എന്നൊന്നും അറിയണം. അത്രേ ഉള്ളൂ, വേറെ വിഷയം. ആക്ച്വലി അതായത് അമീന് പെട്ടെന്നൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അതിന് യുവാക്കളെ അവൻ ക്ഷണിക്കുകയാണ്. അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൻ. അതുകൊണ്ട് അപ്പൊ എന്നാ സങ്കല്പം കൂടെ പറഞ്ഞങ്ങോട്ട് തുടങ്ങാം. സങ്കല്പം അങ്ങനെ വലിയ സങ്കല്പം അവിടെ അത് കണ്ട. പിന്നെ പറഞ്ഞു കൊടുക്കട്ടെ? നീ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊടുക്കാം. സ്റ്റാച്യൂല് എന്റെ വീട് എവിടെയെന്ന് ചോദിക്കും. ഏത് ഭാഗത്താ വീട്? പറഞ്ഞു കൊടുക്കല്ലേ? രാത്രി മോഷ്ടിക്കാൻ വരും. ആളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞുതരാം. അച്ഛൻ എന്താ ജോലി? എന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ്. ഓ, മാറ്റൊന്നുമല്ലല്ലോ. കണ്ടുപടി, എഞ്ചിനീയർ. പിന്നെ അത് മുട്ടയിൽ കൂടെ. നിങ്ങൾ പോയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. ഹലോ 5 ലക്ഷം രൂപ എന്റെ ബാങ്കിലുണ്ടായിരുന്നു. ഇപ്പൊ 60 രൂപയേ ഉള്ളൂ. 60 ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. യുവതികളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്കുന്നുണ്ട്. യുവതികളെ നോക്കണം, അല്ല മുതുക്കികളല്ല. പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹം? നിന്നെ പോലെ വട്ടുണ്ടാവരുത്. കലം ചുമക്കാൻ ഒരാളും കൂടിയായി. So cute. അതെ, ആരെ വേണോ കല്യാണം കഴിച്ചോ, പക്ഷെ അവളെ കെട്ടരുത്. വൈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്തറിയാം? കാർഡുണ്ട്. നിന്റെ വീട്ടിൽ ആരൊക്കെയുള്ള? വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും. അപ്പച്ചനില്ലല്ലോ, കൊണ്ടുപോയിക്കോ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പ അമ്മ, ചേട്ടൻ, ചേച്ചി. ഞാൻ അറിഞ്ഞു നിനക്കൊരു കുഞ്ഞമ്മയില്ലെന്ന് അറിഞ്ഞു. കുഞ്ഞമ്മയെ കൂടെ കൊണ്ടുപോയിക്കോ.
പുതിയതായിട്ട് രണ്ടുപേര് വന്നിരിക്കുകയാണല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പൊ ആദ്യത്തെ എപ്പിസോഡ് എന്നുള്ള രീതിയിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു പെർഫോമൻസ് നമുക്ക് കൊടുക്കാം അല്ലെ? നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു വല്ല പരിചയമുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ കാണുന്നത്. ആദ്യമായിട്ടാ കാണുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മുടെ ഒരു തട്ടിക്കുമ്പടൽ ഒരു റാഗിങ് കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. പറയുന്ന അത്ര പിരി കിട്ടിയില്ല, അത്ര പിരി കിട്ടിയില്ല. എല്ലാവരും ചില്ലറ ഉള്ളാരും. ഞാൻ നോക്കിയപ്പോഴേ ബിനീഷ് ബാസിന് അവിടെ നിന്നോണ്ട് കൊതിയിടുന്നു ഈ പൂവിന് വേണ്ടി, ചെവിയിൽ വെക്കാൻ വേണ്ടി. ഇവരെ ചേട്ടാ അത് ചെമ്പരത്തി അല്ല ചേട്ടാ. ആദ്യമായിട്ട് വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഈസി ടാസ്ക് അല്ല. ഇവരുടെ ഉള്ളിൽ ടെൻഷൻ ഇവർക്ക് അറിയുള്ളൂ. ബട്ട് യു മാനേജ്ഡ് ഇറ്റ് വെരി വെൽ. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു കേട്ടോ. നൈസ്.